ഐശ്വര്യ, ഈ കണ്ണൂർ കൊലപാതക രാഷ്ട്രീയം, കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയം, അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ADM നവീൻ ബാബുവിൻ്റെ മരണം, അതിലെ ഈ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തിയ പരിയാരം മെഡിക്കൽ കോളേജ് പോസ്റ്റ്മോർട്ടം ഡോക്ടർ. അപ്പോൾ ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ കണ്ണൂരിൽ നിന്നുള്ള നമുക്ക് പരിചയമുള്ള രാഷ്ട്രീയ രംഗത്തുള്ള പ്രമുഖരായ പലരും സംസാരിക്കുമ്പോൾ പറയുന്നത് ആത്മഹത്യ കൊലപാതകത്തിനെ ആത്മഹത്യ ആക്കി മാറ്റുന്നതിൽ ബിരുദ ഉള്ള നിരവധി ഡോക്ടേഴ്സ് ഉണ്ട് എന്നും, പിന്നെ നവീൻ ബാബുവിൻ്റെ മരണം ഈ പറയുന്ന പോലെ ഒരു ചൂണ്ടക്കുളത്ത് ഇട്ടാണ് നമ്മൾ ഈ തൂങ്ങി മരിക്കുന്നത്, കയറിന്മേൽ കെട്ടി ആണല്ലോ തൂങ്ങി മരണം. അങ്ങനെയുള്ള രീതിയിൽ ഹൈലി പ്രൊഫഷണലായിട്ട് ഒരു വ്യക്തിയെ കുരുക്കിട്ട് വീഴ്ത്തി കൊല്ലുന്ന രീതിയിലുള്ള കൊലപാതക രീതി അഭ്യസിച്ച, അതായത് കണ്ണൂർ കളരിയുടെ നാടും കൂടെയാണ്. അങ്ങനെയുള്ള കളരി അഭ്യാസികളായ കൊലയാളികൾ ഉണ്ട് എന്നുവരെ കണ്ണൂരിൽ നിന്നുള്ള നമ്മുടെ ചില വളരെ അടുത്ത സുഹൃത്തുക്കൾ, രാഷ്ട്രീയ രംഗത്തുള്ളവരും അല്ലാതെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരുമൊക്കെ വളരെ വളരെ ഗോപ്യമായി നമ്മോട് ഇങ്ങനെ ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. എന്ത് പറയുന്നത്? അത് കേട്ടിട്ട് ഒരു അതിശയം തോന്നുന്നുണ്ട് അല്ലേ? ഇത് അതിശയത്തിനപ്പുറം കണ്ണൂർ കൊലപാതക രാഷ്ട്രീയ ചരിത്രം, അല്ലെങ്കിൽ കണ്ണൂരിൻ്റെ ഒരു ചരിത്രം എടുത്ത് നോക്കിയാൽ കണ്ണൂർ കൊലപാതക രാഷ്ട്രീയം എന്നുള്ളത് അവിടെ അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ കണ്ണൂർ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം ഇങ്ങോട്ട് എടുത്ത് നോക്കിയാൽ പണ്ടത്തെ അല്ല, ഇപ്പോഴത്തെ ഒരു കുറച്ച് നാളുകളായിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ പരിയാരം മെഡിക്കൽ കോളേജിന് അതിലുള്ള ഒരു ബന്ധം നമുക്ക് മാറ്റി നിർത്തിക്കൊണ്ട് അതിനെ പറയാൻ പറ്റില്ല. കണ്ണൂർ മെഡിക്കൽ കോളേജ് ഉണ്ട്, കണ്ണൂർ ജില്ലാ മെഡിക്കൽ കോളേജ് ഉണ്ട്, കണ്ണൂർ വേറൊരു മെഡിക്കൽ കോളേജ് ഉണ്ട്. അതായത് പോസ്റ്റ്മോർട്ടം ഫോറൻസിക് വിഭാഗമുള്ള മെഡിക്കൽ കോളേജുകളെ കടന്നു വെച്ചുകൊണ്ടാണ് ഒരുവിധപ്പെട്ട കാര്യങ്ങൾ മാത്രം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ അടുത്തുള്ള സാധാരണഗതിയിൽ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഏറ്റവും അടുത്തുള്ള ഒരു മെഡിക്കൽ കോളേജ് ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക ഇത് നടത്താനായിട്ട്, പോസ്റ്റ്മോർട്ടം നടത്താനായിട്ട്. അത് മാത്രമല്ല ഇത്ര ചുറ്റളവിലായിരിക്കണം പോസ്റ്റ്മോർട്ടം നടപടികൾ, ഇൻക്വസ്റ്റ് നടപടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഇതുണ്ട്. ഇപ്പോൾ ഇന്ന സ്ഥലത്ത് വെച്ച് മരണം നടന്നാൽ അതിന് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലായിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. പക്ഷെ അതിനെയൊക്കെ കടന്നു വെച്ചുകൊണ്ട് ചില കേസുകളിൽ മാത്രം ഇത്ര ദൂരെ പരിയാരത്തേക്ക് മാറി വരുന്നു. പരിയാരം മെഡിക്കൽ കോളേജ് തന്നെ ചൂസ് ചെയ്യുന്നു. ചില കേസുകളിൽ മാത്രം പരിയാരം മെഡിക്കൽ കോളേജുകാർ പോസ്റ്റ്മോർട്ടം ചെയ്താൽ മാത്രമേ അതെ അങ്ങനെ വരുന്നത്. അത് എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഇതിലൊക്കെ പ്രതിസ്ഥാനത്ത് വരുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസ്വാഭാവികതയുള്ള മരണങ്ങളായിരിക്കാം, അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് വരുന്നത് CPM ആയിരിക്കണം. അസ്വാഭാവിക മരണങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് പ്രതിസ്ഥാനത്ത് വരുന്ന CPM ആയിരിക്കും. അതെ, ഈ രണ്ട് കേസസിലാണ് പരിയാരം മെഡിക്കൽ കോളേജ് മൈലുകൾ താണ്ടി പരിയാരം മെഡിക്കൽ കോളേജ് വരെ ആ മൃതശരീരം എത്തുന്നത് എന്നുള്ളത് ഒരു സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുപോരുന്ന കുറച്ചൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പല കാര്യങ്ങളുടെയും ബാക്ക് ഹിസ്റ്ററി നമ്മൾ എടുക്കുമ്പോൾ ബാക്ക് ഹിസ്റ്ററിയിൽ ഇതാണ് കാണുന്നത്. അതെ, അല്ലെങ്കിൽ പിന്നെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലുകളെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഇത്തരം മൈലുകൾ താണ്ടി തിരിച്ചിങ്ങോട്ട് വരേണ്ട കാര്യം. ഇത് തന്നെയാണ് ഇവിടെ നവീൻ ബാബുവിന്റെ കേസിൽ നടന്നത്. നവീൻ ബാബു കേസിലും ഇതുപോലെ തന്നെ കണ്ണൂർ മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നു. കണ്ണൂർ മെഡിക്കൽ കോളേജ് അല്ല, കണ്ണൂർ ജില്ലാ കോളേജ് ഉണ്ടായിരുന്നു. അതുപോലെ വേറെ ഹോസ്പിറ്റൽസ്, ജില്ലാ ആശുപത്രി, 2 ആശുപത്രികൾ, ഇതുപോലെ ഫോറൻസിക് വിഭാഗമുള്ള പോസ്റ്റ്മോർട്ടം നടത്തുന്ന 2 ഹോസ്പിറ്റലുകളുടെ അവൈലബിലിറ്റിയെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നത്. അതും പരിയാരം മെഡിക്കൽ കോളേജ് എങ്ങനെയുള്ളതാണെന്നും കൂടി ചേട്ടനൊന്ന് ഓർക്കണം. പ്രശാന്തൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ, ദിവ്യയുടെ ഭർത്താവ് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ, ഇവരുടെ CPM തന്നെയാണ് ഒരു ബോർഡാണ് അത് നിയന്ത്രിക്കുന്നത്. ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി ജയരാജനൊക്കെ അതിന്റെ ചെയർമാൻ. അവിടെ ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ തന്നെ നമുക്ക് എടുത്തു നോക്കാം. പ്രജിത്ത് എന്ന് പറയുന്നത് അവിടുത്തെ ഡോക്ടേഴ്സിന്റെ സംഘടന, ഇടത് സംഘടനയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ഒരാൾ കൂടിയാണ്. ഇടത് സംഘടന അനുഭാവി ആയതുകൊണ്ട് മാത്രം MBBS സീറ്റ് കിട്ടി. BAMS അല്ല, BHMS ആണ് അദ്ദേഹം പഠിച്ചത്. അതും ആർട്ട് കോട്ടയിൽ കിട്ടിയതാണ്. ആർട്സിന്റെ കഥകളി നടനായിരുന്നു. അങ്ങനെ കഥകളിയുടെ ഒരു ബേസിൽ കയറി അങ്ങനെ വരുന്നു. അതെ, BHMS കിട്ടുന്നു. BHMS ഒരു 5 പേർക്ക് സെലക്ഷൻ ഉണ്ട് എല്ലാ വർഷവും. BHMS കഴിഞ്ഞ അല്ലെങ്കിൽ BAMS കഴിഞ്ഞ 5 പേർക്ക്
ഇത് നമ്മളുടെ MBBS-ലേക്ക് സീറ്റുണ്ട്. അപ്പൊ അങ്ങനെ പരീക്ഷ എഴുതി കിട്ടി എന്ന് പറയുന്നു. പക്ഷെ അങ്ങനെ പരീക്ഷ എഴുതി കിട്ടണമെങ്കിൽ അത്രയും മിടുക്കനായിരിക്കണം. പക്ഷെ ഈ BHMS പഠിച്ച 5 വർഷത്തെ മാർക്ക് ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ പ്രജിത്ത് എന്ന് പറയുന്ന അത്ര വലിയൊരു മിടുക്കനായിരുന്നില്ല. സപ്ലി ഒക്കെ എഴുതി ജയിച്ചു പോകുന്ന ഒരാൾ മാത്രമാണ് അദ്ദേഹം എന്നുള്ളതാണ് നമുക്കറിയാൻ പറ്റിയത്. അപ്പം അങ്ങനെ ഒരാൾക്ക് MBBS കിട്ടുന്നു. അദ്ദേഹം ഇതൊക്കെ കഴിഞ്ഞ് പഠിച്ചു വരുന്ന MBBS പഠിച്ച് ജയിച്ചു. അയാൾ മിടുക്കൻ തന്നെയാണ്, അല്ല എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ എന്തായാലും അവിടെ അദ്ദേഹം പരിയാരം മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് സർജനായിട്ട് ഇരിക്കുന്നത് ഇടത് സംഘടനയുടെ ആ ഒരു കഴിവ് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ചായ്വ് കൊണ്ടാണ് എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന പ്രജിത്ത് തന്നെ ഈ പോസ്റ്റ്മോർട്ടം ചെയ്യണം. അതും പ്രജിത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ഈ പോസ്റ്റ്മോർട്ടത്തിൽ ഇത്രയും ദുരൂഹത വരുന്ന ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് വന്നിട്ട് പോലും ഇത്രയും ദിവസമായിട്ട്, മാസങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും പ്രജിത്തിനെ ഒന്നും മര്യാദക്ക് ചോദ്യം ചെയ്യാനോ, പ്രജിത്തിന്റെ പേരിൽ കേസ് വേറെ ഒന്നും വേണ്ട, കോടതി ചോദിക്കുകയാണ്, അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ചോദിക്കുകയാണ് എവിടെ CCTV വിഷ്വൽസ്, എവിടെ വീഡിയോ വിഷ്വൽസ് വേണം, ഫോട്ടോസ് വേണം, പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഫോട്ടോസ് ഉണ്ടാവണം, ഈ ഫോട്ടോസ് എവിടെ, പോസ്റ്റ്മോർട്ടം ചെയ്തു എന്നതിൻ്റെ തെളിവ് എവിടെ, തല സ്കള്ള് റിമൂവ് ചെയ്തിട്ടില്ല എന്ന് എല്ലാവരും ആരോപിക്കുന്നത് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. സ്കള്ള് റിമൂവ് ചെയ്തിട്ടില്ല, അവിടെ ഒരു സ്റ്റിച്ചോ അവിടെ ഒരു കെട്ടോ ഒന്നുമില്ല. അപ്പോൾ സ്കള്ള് റിമൂവ് ചെയ്തിട്ടില്ല എന്ന് ഒരാൾ പറയുമ്പോൾ അത് റിമൂവ് ചെയ്തിട്ടുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടെങ്കിലും തിരിച്ചു പറയണം. ചേട്ടൻ ആ തെറ്റ് ചെയ്തു എന്ന് ചേട്ടനോട് ഞാൻ പറയുമ്പോൾ ചേട്ടൻ അത് ചെയ്തിട്ടില്ലെങ്കിൽ ചേട്ടൻ എന്നെ ഒപ്പോസ് ചെയ്യാൻ പറ്റും. ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറയാനുള്ള വിശ്വാസം പറയാം. അത് നമ്മളെ പറ്റി ആവശ്യമില്ലാത്തൊരു കാര്യം പറയുമ്പോൾ നമ്മൾ ആരാണെങ്കിലും അതിനെ പ്രതികരിക്കും. പക്ഷെ ഇവിടെ പ്രതികരണവും ഇല്ല. പ്രജിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റിയിട്ട് ഒരു അന്വേഷണവും ഇല്ല. അദ്ദേഹത്തിന്റെ മാത്രമല്ല, കളക്ടർ എവിടെ അല്ലേ, ഡ്രൈവർ ഷംസുദ്ദീൻ എവിടെ? ഇത് നമുക്ക് ഇപ്പം നമ്മൾ പറയല്ലേ, കണ്ണടച്ച് ഇരുട്ടാക്കുക എന്ന് പറയുമല്ലോ. നമ്മൾ ഇരുട്ട് സ്വാഭാവികമാണ്, പക്ഷെ കണ്ണടച്ച് ഇരുട്ടാക്കുക എന്ന് പറയുന്നത് ശരിക്കും കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ഒരു നാണമില്ലേ എന്നാണ് നമുക്ക്. അല്ല, ഇതിപ്പോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന അതിന് മുഖ്യമന്ത്രി പറഞ്ഞ കഥ അറിയാമല്ലോ. അദ്ദേഹത്തിന്റെ അതായത് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ബന്ധുക്കൾ കറക്റ്റ് ആയിട്ട് പ്രവീൺ ബാബു പറയുന്നുണ്ട്. പ്രവീൺ ബാബു ഓൺ ദ വേ ആണ് അറിയുന്നത്. പരിയാരം മെഡിക്കൽ സഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞതാ. അല്ല, പരിയാരം മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയുന്നത് ഓൺ ദ വേ ആണ്. ഓൺ ദ വേ അറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. എനിക്ക് ഒരു ഡൗട്ട് ഇതിൽ ചോദിക്കാനുള്ളത് ഐശ്വര്യ, ഇപ്പം നമ്മൾ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ തന്നെ, നമ്മളല്ല മുഖ്യധാരാ മാധ്യമങ്ങളും ഈ പറയുന്ന സാമൂഹിക മാധ്യമങ്ങളും ഒക്കെ തന്നെ ഇത്തരത്തിൽ നമ്മൾ പല വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് എന്ന പാർട്ടിയോ BJPയോ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഇതുവരെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പോട്ടെ പ്രതിപക്ഷ നേതാവിന് ഒപ്പം നിൽക്കുന്ന കോൺഗ്രസിലെ നേതാക്കൾ, എന്റെ സംശയമാണ്, അവരാരും തന്നെ ഇതിനെ കുറിച്ച് പറയുന്നില്ല. ഇവര് ഒരുപാട് എന്നുള്ളത് ഓക്കെ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടം പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഒരുപക്ഷെ ചേട്ടാ, ഇവര് മിണ്ടാതിരിക്കുന്നത് ഒരു പരിധി വരെയെങ്കിലും നവീൻ ബാബുവിന്റെ വീട്ടുകാര് CPM സപ്പോർട്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഒരു പരിധി വരെയല്ല. ഇപ്പോൾ അവരെ ഈ പറയുന്ന പോലെ കഴിഞ്ഞ തവണ ഡിവിഷണൽ ബെഞ്ചിൽ കേസ് വന്ന സമയത്ത് ഉണ്ടായ ചീറ്റിങ്, ആ പറയുന്ന പിന്നെ അഡ്വക്കേറ്റ് ഇവരെ ശ്രീകുമാർ അഡ്വക്കേറ്റ് ഇവരെ ചീറ്റ് ചെയ്തല്ലോ. ചീറ്റ് ചെയ്തതിൽ നിന്ന് തിരികെ അദ്ദേഹത്തിന്റെ വിധവ, അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജുഷ, ഇതിലിപ്പോൾ ചെയ്തിരിക്കുന്നത് രാംകുമാർ എന്ന ഒരു സീനിയർ അഡ്വക്കേറ്റിനെയാണ് അവർ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ചീറ്റിങ് നടന്ന ശ്രീകുമാറിന്റെ പ്രവൃത്തി പല കേസുകളിലും, പെരിയ കേസ് തുടങ്ങിയിട്ടുള്ള പല കേസുകളിലും CPM-ന് വേണ്ടി ഇത്തരത്തിൽ കളിച്ചത് അതൊരു A ക്ലാസ് ഗെയിമായിരുന്നു. ആ ഗെയിം പൊളിച്ചടുക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവരിപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ അതിലേക്ക് നേരിട്ട് ഇടപെട്ട്. അല്ല ചേട്ടാ, ഒന്ന് ആലോചിച്ച് നോക്കാം. നമുക്ക് വീണാമണിയൊക്കെ പറയുന്നത് പോലെ ഒരു ചോദ്യം അവരുടെ റിലവൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയോ, ഈ പ്രവീൺ ബാബു ഇപ്പം മുഖ്യമന്ത്രി ഇത്രയും ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് സഭയിൽ കയറുന്നെന്ന് പറയുന്നു. ഇവര് പറഞ്ഞിട്ടാണ് പരിഹാരത്ത് അതല്ല എന്ന് പറയാനുള്ള ആ ഒരു ആർജവം എന്തുകൊണ്ട് പ്രവീൺ ബാബു കാണിക്കുന്നില്ല, മഞ്ജുഷ കാണിക്കുന്നില്ല എന്ന് ഞാൻ ചോദിക്കുന്നില്ല. അവർ പറയുന്നുണ്ട്, നമ്മൾ പക്ഷെ പ്രവീൺ ബാബു ആദ്യം പറഞ്ഞു ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടല്ല അവിടെ കൊണ്ടുപോയത് എന്ന് പറയുന്നുണ്ട്. എന്നിട്ടും ഇപ്പൊ മുഖ്യമന്ത്രി സഭയിൽ വന്നിട്ട് പച്ചക്കള്ളം പറയുന്നു എന്ന് എന്തുകൊണ്ട് വിളിച്ചു പറയാൻ പ്രവീൺ ബാബു തയ്യാറാവുന്നില്ല? അതിനകത്ത് ഒരു വിഷയമുണ്ട്. നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ട് ഇതിനകത്ത് നവീൻ ബാബു എന്ന വ്യക്തി കേവലം ഒരു വ്യക്തി മാത്രമല്ല, അദ്ദേഹത്തിന് കുടുംബം, അദ്ദേഹത്തിൻ്റെ ഭാര്യ, മക്കൾ, അദ്ദേഹത്തിൻ്റെ അനിയൻ, അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ ഒക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ ഈ മലയാളക്കരയിൽ നമ്മൾ പല കുടുംബങ്ങളെയും കാണുന്നില്ലേ? അത്തരത്തിൽ ഉള്ള സഹോദരങ്ങൾ ചിലപ്പോൾ ആയിരിക്കാം, പറയാനൊക്കില്ല. ഒരു സഹോദരൻ്റെ മരണത്തിൽ ആദ്യമുണ്ടായ ആർജവം പിന്നീട് ഈ ബ്രദർ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ
കോമണായി കേരള സമൂഹത്തിൽ കാണുന്ന സാഹോദര്യ ബന്ധത്തിൽ ഉണ്ടായിരിക്കുന്ന വിള്ളലുകൾ മാത്രമായിട്ട് നമ്മൾ അതിനെ കണ്ടാൽ മതി. കാര്യം അദ്ദേഹത്തിനും കുടുംബമുണ്ട്, ഈ അനിയനും കുടുംബമുണ്ട്. അനിയന് ചിലപ്പോൾ ഭീഷണി ഉണ്ടാവാം. അദ്ദേഹത്തിന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുടുംബവും പറയും നിങ്ങളിങ്ങനെ മരിച്ചുപോയ ഒരാളാണ്, ശരിയാണ്, നിങ്ങളുടെ ജ്യേഷ്ഠനാണ്, പക്ഷേ എങ്കിലും നിങ്ങൾ ഈ പറയുന്നതിനൊരു പരിധി വേണം എന്ന് വല്ലതും പറഞ്ഞാൽ അങ്ങനെ കൂടെ ആവില്ല എന്ന് നമുക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? പക്ഷേ ഇപ്പോഴും ഈ കേസുമായിട്ട് ആർജവത്തോടെ മുന്നോട്ട് നിൽക്കുന്നു എന്ന് പറയുന്നത് അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ഞാൻ ഒരു കാര്യം കൂടെ പറയാം, അവർ കേവലം ഒരു വീട്ടമ്മയല്ല, അവർ ഒരു ഗസറ്റഡ് ഓഫീസർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥയാണ്. അവർക്ക് സകല കാര്യങ്ങളും അറിയാം. അതാണ് ഈ കേസിലെ ഏറ്റവും വലിയ മെരിറ്റായിട്ട് കേരള സമൂഹത്തിന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ മെരിറ്റ്. അതാണ്, പറ്റിക്കാൻ CPM അവരെ കഴിയില്ല. ഇപ്പോൾ മഞ്ജുഷേനെ ആർക്കും പറ്റിക്കാൻ പറ്റില്ല എന്നുള്ളതിന്റെ തന്നെയാണ് ഇപ്പോൾ അവസാനം ശ്രീകുമാറിനെ മാറ്റി ഇപ്പോൾ അല്ല, അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജുഷയെ പറ്റിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു പൊതുസമൂഹം അവർക്കൊപ്പം ഈ കേസിലെ എന്താണ് സംഭവിച്ചത് എന്നറിയേണ്ടത്. കാര്യം നമുക്കറിയാം, നിരവധി സാമൂഹിക മാധ്യമങ്ങൾ അങ്ങനെ പുറകിൽ തന്നെ ഉണ്ട്. പറഞ്ഞോട്ടെ. ഇപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ കണ്ണൂർ രാഷ്ട്രീയ കൊലപാതകമാണ് നമ്മൾ എടുത്തു തുടങ്ങിയത്. അപ്പോൾ ഇതും പരിയാരം മെഡിക്കൽ കോളേജും തമ്മിലുള്ള ബന്ധം ആലോചിക്കുമ്പോൾ ഇപ്പോൾ CBI അന്വേഷണം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ട ഒരു ഘടകമാണ് പരിയാരം മെഡിക്കൽ കോളേജിനെ മുൻനിർത്തിക്കൊണ്ടുള്ള അതിന്റെ പിന്നാമ്പുറ കഥകൾ എന്തായാലും അന്വേഷണം. അതും കൂടി വന്നാൽ മാത്രമേ കണ്ണൂരിലെ ഇത്തരത്തിലുള്ള കള്ളക്കളികൾ എല്ലാ അർത്ഥത്തിലും പുറത്തു വരുള്ളൂ. എന്നുവെച്ചാൽ പരിയാരത്ത് ഇതുപോലെ CPM-ന്റെ അനുയായികളായി നിന്നുകൊണ്ട് കൊലപാതകത്തെ ആത്മഹത്യയാക്കാൻ CPM പാർട്ടി അംഗങ്ങൾ, അതെ, കൊലപാതകത്തെ ആത്മഹത്യയാക്കി മാറ്റാൻ വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ടിരിക്കുന്ന അതെ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവര് ചുറ്റിപ്പറ്റി അന്വേഷണം എന്തായാലും വരണം. ഇത് വീണാമണി പോലെയുള്ള ആൾക്കാർ നമ്മളോട് പറഞ്ഞത് അനുസരിച്ചിട്ടാണെങ്കിൽ അത് സത്യമാണ് എങ്കിൽ ഇതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഈ ഒരു വർഷക്കാലത്തിനുള്ളിൽ ഒരു 3 കൊലപാതകം കൂടി നടത്തിയിട്ടുണ്ട്. ഈ 3 കൊലപാതകങ്ങളെയും നവീൻ ബാബുവിൻ്റേത് സമാനമായിട്ട് പരിയാരം മെഡിക്കൽ കോളേജ് തന്നെ ആത്മഹത്യയാക്കി മാറ്റിയിട്ടുണ്ട് എന്ന് അവിടുത്തെ തന്നെ ഒരു ജീവനക്കാരൻ പറഞ്ഞു എന്നാണ് അവർ പറയുന്നത്. അല്ല, അവർ പറയുന്നതിലും ഒരു പോയിന്റ് കൂടെ ഉണ്ട്. അതായത് നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തിയത് കഴുത്തിൽ കുരുക്കിട്ടെന്നാണ് പറയുന്നത്. അത്തരത്തിൽ കഴുത്തിൽ കുരുക്കിട്ട് കൊലപാതകം നടത്തിയ കാര്യം നടത്തുന്ന കളരി അഭ്യാസികളായ കൊലപാതകികൾ നിരവധി കണ്ണൂരുണ്ട്. കാര്യം കളരി അഭ്യാസികൾ നിരവധി ഉള്ള സ്ഥലമാണ് കണ്ണൂർ. അപ്പോൾ അത്തരത്തിൽ കൊലപാതക രീതിയിൽ തെളിയിക്കപ്പെടാത്ത രീതിയിൽ പിൻവശത്തുകൂടെ ഒരാൾ നിൽക്കുമ്പോൾ ആ മനുഷ്യൻ്റെ പിൻവശത്തുകൂടെ കൊളുത്തിട്ട് മുറുക്കി നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന ചില രംഗങ്ങളുണ്ട്. അതുപോലെ നിഷ്ഠൂരമായി ചെയ്ത കൊലപാതകങ്ങളുണ്ട് എന്ന് തന്നെ നമ്മളോട് എൻ്റെ ചില പല സുഹൃത്തുക്കളും കണ്ണൂരൊക്കെയുള്ള പല സുഹൃത്തുക്കളും ഒക്കെ നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും അന്വേഷിക്കപ്പെടേണ്ട അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് പരിയാരം മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിലുള്ള നിരവധി കൊലപാതകങ്ങളെ ആത്മഹത്യയാക്കി തീർത്തതിൻ്റെ ഞെട്ടിപ്പിക്കുന്ന രഹസ്യം ഒരു വേള CBI അന്വേഷണം വന്നാൽ അതുകൂടി കേരള സമൂഹം കാത്തിരിക്കുന്നു. അവിടെ നടന്നിട്ടുള്ള ഇത്തരത്തിലുള്ള മറിമായങ്ങളെക്കുറിച്ച്, അതായത് മരണത്തിൽ തന്നെ കാണിച്ചിരിക്കുന്ന വൻ തിരിമറികൾ, കൊലപാതകികളെ രക്ഷിക്കുന്ന തരത്തിൽ ഒരു ആശുപത്രി തന്നെ മാറുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഒരിക്കലും കേരള സമൂഹത്തിന് അത് മുന്നോട്ട് വെക്കുമ്പോൾ അതിന് റീസൺ ആയിട്ട് നമുക്ക് സംസാരത്തിന് നമ്മൾക്ക് ഇപ്പൊ മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യത്തിന് ഞാൻ പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇപ്പൊ ഈ നവീൻ ബാബു കേസ് നോക്കിയാൽ പോലും അതിനകത്ത് ആന്തരികാവയവങ്ങൾ കൂടുതൽ പരിശോധനയ്ക്ക് അയച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, പോസ്റ്റ്മോർട്ടത്തിന്റെ വിഷ്വൽസ് എടുത്തിട്ടില്ല, വീഡിയോ വിഷ്വൽസ് ഇല്ല, ഫോട്ടോസ് ഇല്ല, അതിന് സ്കള്ള് പരിശോധിച്ചിട്ടില്ല എന്ന് പറയുന്നു, അതിനൊരു ഇത് വന്നിട്ടില്ല, അടിവസ്ത്രത്തിലെ രക്തക്കറ, അതിന് കൃത്യമായിട്ടൊരു മറുപടി കൊടുക്കാൻ പോലീസിനോ ഈ പറയുന്ന ഫോറൻസിക് സർജനോ പറ്റിയിട്ടില്ല. അപ്പൊ ഇത്രയും ദുരൂഹതകൾ ഇവിടെ മാക്കി നിൽക്കുമ്പോഴും അപ്പുറത്തെ സൈഡിൽ ഈ ഡോക്ടർ ഇപ്പോഴും സുരക്ഷിതനാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ സംരക്ഷിക്കുന്നവർക്കെതിരെയും നമുക്ക് എന്തായാലും അന്വേഷണം വേണം. പരിയാരം മെഡിക്കൽ കോളേജിനെ ബേസ് ചെയ്തുകൊണ്ട് എന്തായാലും CBI അന്വേഷണം നീളണം. ഒരുപാട് കേസുകൾ പുറത്തു വരും. ഞാൻ ഇതും കൂടെ പറഞ്ഞു, എന്റെ ഭാഗം കൂടെ പറയുകയാണ്. ഇനി ഐശ്വര്യ തന്നെ ഇത്, അതായത് ഈ പറയുന്ന നിരവധി കള്ളത്താൽ മൂടപ്പെട്ട, നിരവധി കള്ളങ്ങൾ കൊണ്ട് മൂടപ്പെട്ട ഒരു കേസാണ് ഈ കേസെന്നും തങ്ങൾ അടപടലം പെടും എന്നും പെട്ടുകഴിഞ്ഞാൽ ഇതുവരെ ഉണ്ടായിരുന്ന ഇമേജ് തകർക്കപ്പെടും എന്നും ഈ കേരളം ഭരിക്കുന്ന പാർട്ടി ഭയപ്പെടുന്നത് കൊണ്ടാണ് CBI എന്ന വാക്ക് പോലും അവർക്ക് കേൾക്കാൻ കഴിയാത്തത്. ഒരു വേള CBI വരണം എന്ന് കേന്ദ്ര ഗവൺമെൻറ് തന്നെ തീരുമാനിക്കപ്പെട്ടാൽ മാത്രമേ വരാൻ കഴിയൂ. ഹൈക്കോടതി എന്ന് ഇപ്പോൾ രാംകുമാർ എന്ന വക്കീൽ ഇടപെട്ടാലും ഈ പറയുന്ന കേന്ദ്രത്തിൻ്റെ ഇടപെടൽ, BJPയുടെ ഇടപെടൽ, ഇപ്പോഴത്തെ രാഷ്ട്രീയ സമവാക്യങ്ങൾ ഒക്കെ നോക്കിയിട്ട് മാത്രമേ CBI വരുള്ളൂ. വന്നാൽ ഈ പറയുന്നത് പോലെയുള്ള നിരവധി കേസുകൾ വരും.
അടപടലം പൂട്ടുന്ന രീതിയിലുള്ള സംഗതികളാണ് ഉണ്ടാകാൻ പോകുന്നത്. ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് ധരിക്കാം. പക്ഷേ ഇനി ബാക്കി ഈ പറയുന്ന ലാവ്ലിൻ കേസ് തന്നെ 36 തവണയും 38 തവണയും മാറ്റിവെക്കപ്പെടുമ്പോൾ സുപ്രീം കോടതിയിൽ മാറ്റിവെക്കത്തക്ക രീതിയിൽ അത്ര കണ്ട് എന്താണ് നമുക്കറിയില്ല, അത്ര കണ്ട് സ്വാധീനമുള്ള വ്യക്തികളുള്ള ഈ കേരളത്തിൽ അത് ആരെന്നൊന്നും നമ്മൾ വ്യക്തമായി പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്നതാണ്. ഇതിലപ്പുറവും നടന്നില്ലെങ്കിൽ ഭാഗ്യമെന്ന് തന്നെ പറയാം, അല്ലേ?